കിട്ടുമോ അതിൻ്റെ എല്ലാം ഇതിനും വേണ്ട. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വിഷുദിനത്തിൽ ഒരു വിഷുക്കണി ഒരുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ വിഷുക്കണിയെ ഒരുക്കുകയാണ്. എനിക്ക് ഒരുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് അമ്മേനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഒരു 3 മണിക്ക് ശേഷം വീട്ടിൽ ബെല്ലടിയായിരുന്നു. ഞാൻ കറക്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിനടുത്തുള്ള കുറച്ച് പിള്ളേരാന്ന് തോന്നും കണിയൊക്കെ ഒരുക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണ് ഡോറ് തുറന്ന് കണിയൊക്കെ കണ്ട് അച്ഛൻ അവിടെ കിടപ്പുണ്ട്, ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനും എഴുന്നേറ്റ് ഒരു 4 മണിക്ക് ആകുമ്പോഴത്തേക്കും അമ്മ ഇതാ കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഉരുളിയിലേക്ക് ചക്കയും വെള്ളരിയും കണ്ണാടിയും പിന്നെ പൈനാപ്പിളും വത്തക്ക പിന്നെ കശുവണ്ടി പൃത്തിക എന്നൊക്കെ പറയും നമ്മൾ. പിന്നെന്തായിരുന്നു മാങ്ങ, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുവിധം, അതുപോലെ നമ്മൾ ആപ്പിൾ, ഇതൊക്കെയാണ് ഉരുളിയിലേക്ക് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്ക് ഒരുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കണിയൊക്കെ ഒരുക്കാനായിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ വിഷു വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അമ്മ ഇത് ഉരുളിയിലേക്ക് ഒരുവിധം നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് വിളക്കൊക്കെ വെച്ച് അതിലേക്ക് തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഒരു താലം പോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ബാക്കി മുന്തിരി, പച്ച മുന്തിരിയും കറുത്ത മുന്തിരിയും പേരക്ക, പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഐറ്റം, പച്ചമാങ്ങ, പിന്നെ ആപ്പിൾ, അങ്ങനെയുള്ളതൊക്കെ ഒരു താലം പോലത്തെയുള്ള സംഭവം ആ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ തേങ്ങ മുറിച്ചിട്ടും വെക്കാം, മുറിക്കാണ്ടും വെക്കാം. അപ്പോൾ അമ്മ ഇത് ഇങ്ങനെ 2ആയി പിളർന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് ഉണ്ണിയപ്പമൊക്കെ നിറച്ചു. പിന്നെ കദളിപ്പഴം, പഴുത്ത മാങ്ങ, പച്ചമാങ്ങ, ഇതൊക്കെയാണ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. തലേ ദിവസം നമ്മൾ എല്ലാം കണിക്ക് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാം അടുപ്പിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിളിലേക്ക്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഇത് പാലൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇല നമ്മുടെ നാഴിയിൽ കുറച്ച് അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിലയൊക്കെ പറിച്ചു കൊണ്ടുവന്നു, ഫ്രഷ് ആയിട്ടുള്ളത്. അതിലേക്ക് നാഴിയും പിന്നെ ബാക്കി നോട്ട്, അതായത് പൈസ, അതേപോലെ ചില്ലറ പൈസ, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു സ്വർണ്ണമാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയ കോടിമുണ്ട് ഉണ്ടാവുമല്ലോ അത്. പിന്നെ നമ്മുടെ പുതിയ കണ്ണനാണ് കേട്ടോ. ഇപ്പം അടുത്ത് അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ പോയ സമയത്ത് നമ്മൾ ഇവിടുന്ന് മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് മേടിച്ചാന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പോൾ നല്ല അടിപൊളി കണ്ണനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കൊന്നപ്പൂവും ഒക്കെ അമ്മ ഇങ്ങനെ കണ്ണൻ്റെ മുകളിലായിട്ടും അവിടെ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിളക്കിലേക്ക് ഇങ്ങനെ തിരിയൊക്കെ കൊളുത്താണ് കേട്ടോ അമ്മ ഇപ്പോൾ 1-2 വർഷത്തിൻ്റെ മേലെയെന്ന് തോന്നും കണി ഒരുക്കിയിട്ട്. മിക്കപ്പോഴും ഞാൻ തന്നെയാണ് വീട്ടിലും ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണി ഒരുക്കുമ്പോഴത്തേക്കും തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ പടക്കം പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കമ്പിത്തിരിയൊക്കെ കത്തിക്കാനായിട്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ പൊട്ടിക്കുന്നത് കൂടുതലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൂടുതലും കത്തിക്കുന്നതായിരുന്നു. പിന്നെ ചെറിയ ചെറിയ അതിനെന്താ പറയാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ചടപടയെന്ന് പൊട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് പൊട്ടിക്കുന്നതൊന്നും മേടിച്ചില്ല, വലിയ സൗണ്ട് ഉള്ളതൊന്നും കേട്ടോ. അങ്ങനെ ഇത് അമ്മ ഒരുവിധം കണിയൊക്കെ ഒരുക്കി വിളക്കൊക്കെ ദീപമൊക്കെ തെളിയിച്ചു. അമ്മ ഇത് തൊഴുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടും ഒക്കെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വിഷുവിന് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ശ്രീമോള്, എൻ്റെ ഏട്ടൻ്റെ വൈഫില്ല, ഏട്ടനില്ല, പിന്നെ ഹസ്ബൻഡില്ല, കൂടെ അമ്പാടിയില്ല, ആരുമില്ല. ഞാൻ തനിച്ചുള്ള ഒരു വിഷുവാണ് ഇപ്രാവശ്യം കേട്ടോ. അത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ചോറോടുള്ള വീട്ടിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാനിത് ഇവിടെ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്, അമ്മേനും അച്ഛനൊപ്പം കേട്ടോ. അപ്പോൾ അമ്മ ഇതാ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടെല്ലാം സെറ്റായതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തൊഴുന്ന ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ്സൊക്കെ ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഞാനൊരു വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഒരു
എടുത്താണ് കേട്ടോ. നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ലൈറ്റൊക്കെ ഓഫാക്കി ഒരു ഡിം ലൈറ്റ്, ഒരു നീല ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കണിയൊക്കെ ഒരുക്കിയതിന് ശേഷം ആണ് ഞാൻ ശരിക്കും പോയിട്ട് ഓടിപ്പോയി കുളിച്ചൊക്കെ വന്നത് കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷം നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ എനിക്ക് ജസ്റ്റ് അമ്മ കണി കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ വിളിച്ച് കാണിച്ചു കേട്ടോ കണി. അപ്പോൾ നല്ല ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ വിഷു. എല്ലാവരും പല ഭാഗങ്ങളിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വീഡിയോസിൻ്റെ ഹണ്ടറിലൊക്കെ ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി നമ്മുടെ എഴുന്നേറ്റത് മുതൽ എടുക്കണം എന്നൊക്കെ കരുതിയതാണ്. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും അമ്മ കണി ഇത് ഒരുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് നമ്മുടെ വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിപ്പം വിഷുദിനത്തിൽ ഏപ്രിൽ 14 രാവിലത്തെ ദിവസം മുതൽ എന്നെക്കൊണ്ടാവുന്ന കുറച്ച് ഷോർട്സ് വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ അച്ഛൻ കാലത്തെ അമ്മ എഴുന്നേൽപ്പിച്ച് കണിയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ജസ്റ്റ് ഒന്ന് കണ്ണനെ കണ്ട് തൊഴുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു രാവിലത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അമ്പാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര നമുക്കൊരു ഫുൾ വൈബ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് നേരം കത്തിച്ചു, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അമ്മയുടെ സംഭവങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും കത്തിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അതായത് കമ്പിത്തിരി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ചറപറ പൊട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ പൊട്ടിക്കാനൊന്നും നിന്നില്ല. അച്ഛൻ പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഭയങ്കര പടക്കത്തിൻ്റെ ഒച്ചയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടവലത്തു നിന്നും നമ്മുടെ ചുറ്റുപാടുന്നും അങ്ങനെ ഇവിടുന്നും ഒക്കെ. അപ്പോൾ ഞങ്ങളിതാ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയും ഞാനുമാണ് കൂടുതലായിട്ട് ഇന്നിപ്പോൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ വിഷുവാണ് ഇപ്രാവശ്യം. അവളാണെങ്കിൽ പാലയിൽ പോയിട്ടാണുള്ളത് കേട്ടോ. അവൾക്ക് എക്സാമിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയതാണ്. അതുകൊണ്ട് അവളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ഒന്നിച്ച് നിന്നിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ ജോലിക്കൊക്കെ കയറിയ പിന്നെ വല്ലപ്പോഴും ലീവിന് 1-2 ദിവസങ്ങൾ വീട്ടിൽ വരും പോവും അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് താമസം കുറവാണ്. അപ്പോൾ വിഷുവിനെ അടുപ്പിച്ചിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അമ്മയും അച്ഛനും തനിച്ചായതുകൊണ്ട് ഒരു കമ്പനിക്ക് ഞാനും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കത്തിച്ചു കേട്ടോ. നല്ല പുകയായിരുന്നു. ഏട്ടനാണെങ്കിൽ കല്യാണത്തിന് അടുപ്പിച്ചല്ലേ വന്നത്. അപ്പോൾ ഒരു 2 മാസം തികച്ചുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഏട്ടന് അധികം ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏട്ടനും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ തലേ ദിവസം കൊന്നപ്പൂവൊക്കെ വീട്ടിൽ വരാന്തയിൽ വാതക്കൽ ഒരു എൻട്രൻസിൽ ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ കണിക്കുന്നൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ.
അങ്ങനെ കണിയും ഒരുക്കി കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞ് നേരം വെളുത്ത് വരുമ്പോഴത്തേക്കും ഇത് അമ്മ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കപ്പാടിൽ അമ്മ ഇത് ഗ്യാസിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഓട്സ് അച്ഛന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുള്ളതൊക്കെ അമ്മ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് നെയ്പ്പത്തലും ചിക്കൻ കറി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ ഒന്ന് കയറി അമ്മേൻ്റെ പുറകെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ മുറ്റത്തൂടെ നടക്കുമ്പോഴത്തേക്കും ഒരു വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഫ്രണ്ടിലത്തെ ഡോർ കേട്ടോ. അപ്പോൾ അതിങ്ങനെ തുറന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കണി ഇതാ നല്ല കണ്ണനും കണിയും കൊന്നയും ഒക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിൻ്റെ ഒരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം ഞാൻ അങ്ങനെ സെൻട്രലുള്ള സോഫയിൽ കുറച്ച് അമ്മ അങ്ങ് കണ്ണും പൂട്ടി കിടന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറിക്ക് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തേങ്ങ വറുത്ത് താന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും അമ്മേൻ്റെ അടുത്ത് പോയി. അമ്മ അപ്പോൾ ചിക്കൻ കഴുകുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്ക് മതിയാത്ത പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതങ്ങനെ എന്തൊക്കെയോ കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തനിച്ച പറമ്പത്ത് വീട്ടിലാണെങ്കിൽ എനിക്കിപ്പോൾ കട്ട പണിയായിരിക്കും മക്കളെ. അപ്പോൾ ഇന്നിപ്പം റെസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂളായിട്ട് അമ്മേൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ. അമ്മ ഇതാ ചിക്കൻ കഴുകിയിട്ടും തീരാത്തതുപോലെ പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മഞ്ഞളും മുളക് ചിക്കൻ മസാല ഉപ്പ് ഇതൊക്കെ ഇട്ട് തേച്ച് തിരുമ്മി ചിക്കൻ ഇങ്ങനെ എന്താ പറയുക സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് അമ്മ ഇന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. സംഭവങ്ങളൊക്കെ ഏതാണ്ട് പൊടികളൊക്കെ സെറ്റാണെങ്കിലും വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അമ്മേൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് വേറെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മേൻ്റെ ആകാശവാണിയിൽ വാർത്ത കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏരിയയിലൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ടാപ്പാണ് കേട്ടോ. ഇത് മുൻപ് സെൻട്രോളിലാണ്. ഇതിപ്പോൾ കിച്ചൻ്റെ നമ്മുടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ട് ആണ് ഉള്ളത് കേട്ടോ. അവിടുന്ന് എപ്പോഴും ഇങ്ങനെ ന്യൂസ് അത് ഹലോ പ്രീതി ഈ 1 മണിക്കെങ്ങാണ്ട് അങ്ങനെ പണ്ടത്തെ പരിപാടി ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. എനിവേസ് അമ്മ ഇതാ ന്യൂസൊക്കെ കേട്ട് ഒരു 7 മണിക്ക് ഒരു 6:45 ആകാശവാണിയിൽ വാർത്ത വായിക്കും കേട്ടോ. അപ്പോൾ അതും കേട്ടുകൊണ്ടാണ് അമ്മ കിച്ചണിലെ പരിപാടികൾ. ഇത് പണ്ടേയുള്ള ശീലമാണ്. അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഒക്കെ ഇത് കേട്ടുകൊണ്ടാണ്. ഈ 7 മണിക്ക് ആണ് ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ ബസ് വരിക കേട്ടോ. അപ്പോൾ ആ ഒരു 6:45 7 മണീൻ്റെ ഉള്ളിലാണ് ഈ വാർത്ത കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടൽ. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഓർമ്മകൾ. അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഞാൻ ഇത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വറുക്കുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷേ തേങ്ങ ചുരണ്ടി എടുക്കാൻ ഇച്ചിരി മടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ പിന്നെയും എന്താ പറയുക നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കരിഞ്ഞു പോകരുത് നോക്കി വേണ്ടി ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ ആ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചിക്കൻ കറിക്കുള്ള സവാള കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാറി ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തേങ്ങ ഈ വറുക്കുന്നത് മതിയായി. പിന്നെ ഞാൻ അമ്മേൻ്റെ അടുത്ത് അത് ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ വരുത്ത് കുറവാണ് കേട്ടോ. വല്ലപ്പോഴും നൈറ്റൊക്കെയാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും പെട്ടെന്ന് വരണമെങ്കിൽ ഒന്ന് ഈവനിങ്ങിലോ അല്ല നൈറ്റിലോ ഒന്ന് ജസ്റ്റ് വന്നിട്ട് പോവും. താമസം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസത്തെ അടുപ്പിച്ച് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ എപ്പോഴും വളരെ കുറവാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു റിലാക്സേഷനൊക്കെ ഉണ്ട്. പിന്നെ അമ്മേനെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ഹെൽപ്പിംഗ് ഒന്നുമില്ല. ഈ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കലും അതുമാത്രമല്ല പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് അത് ഉരുളിയിലേക്ക് ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ്. പണ്ടൊക്കെ വലിയ എന്താ പറയുക വലിയ കാര്യമാക്കലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് തരാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് മടുത്തേ പിന്നെ ഞാൻ മുറ്റത്തേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൻപുറമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പശുവിനൊക്കെ നമ്മുടെ നേരെ ഫ്രണ്ടിൽ വീടിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് വയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ നികത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പശുവിനൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. കൊച്ചയൊക്കെ വന്നിട്ട് അങ്ങനെ ചുറ്റുപാടും കൊച്ചയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചായ ആയി എന്ന് വിളിച്ച് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അച്ഛനും അമ്മയും ടി വി ഒക്കെ കണ്ട് അതിലെന്തൊക്കെയോ കണ്ടുകൊണ്ട് ചായ ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം സോഫയിൽ. അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് ഇതാ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നെയ്പ്പത്തിലും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് എന്താ വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഉറക്ക ക്ഷീണം ഉള്ളതുപോലെയായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി എങ്ങനെയൊക്കെയോ ഒരു 3 കഴിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. എനിക്കെന്തോ വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ന്യൂസൊക്കെ അച്ഛൻ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടി വിയിൽ എന്തൊക്കെയോ നമ്മുടെ പഴയ സിനിമ ലാലേട്ടൻ്റെ ഫിലിമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് സമയം അതിൽ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ പിന്നെ അമ്മ കണിയുടെ സംഭവങ്ങളൊക്കെ ഒതുക്കി ഒരു സൈഡിലേക്ക് വെച്ച് അവിടെയുള്ള കുറേ നമ്മുടെ കണിക്കൊന്ന പൂവും അങ്ങനെയുള്ളത് കുറച്ചൊക്കെ അവിടെ തൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു തൂത്തുവാരി അവിടെ വൃത്തിയാക്കിയിടാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇത് ജ്യൂസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണി ഒരുക്കി കുറേ കഴിഞ്ഞ് ഉച്ച ആകുന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഉച്ചൻ്റെ മുൻപേ ഒക്കെ അങ്ങനെ അതിൽ നിന്ന് ഓരോന്നെടുത്ത് ജ്യൂസൊക്കെ അടിക്കുകയാണ്. അപ്പോൾ അമ്മയും ഞാനും കുറച്ച് സമയം അമ്മനെ പിടിച്ചവിടെ കിടത്തിയിട്ടാണ് കുറച്ച് റെസ്റ്റ് എടുക്കുക, ചായ ഒക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ച് അവിടെ കിടത്തിയാണ്. അമ്മ എനിക്ക് കിടക്കാൻ വില്ലിങ് അല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, ബിരിയാണി ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും കൂടെ ബിരിയാണിയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സാധാരണ നമ്മൾ ഓണം വിഷു ദിവസങ്ങളിലൊക്കെ ബിരിയാണിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം മിക്കപ്പോഴും അങ്ങനെയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ സാധാ ചോറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ കൂടുതലും. അങ്ങനെ സേമിയ പായസവും ബിരിയാണിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മയും അച്ഛനും കൂടെയാണ്, 2 പേരുമാണ് ചെയ്തത് കേട്ടോ. പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, അവൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ച ഒരു 2 മണീൻ്റെ ഉള്ളിൽ നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞ കഴിക്കാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1:30-2 മണീൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ തട്ടി കുറച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം ഞാൻ മയക്കത്തിലേക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറച്ച് സമയം അവിടെ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കണി വെക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചതായിരുന്നു. അപ്പോൾ ഇത് വെട്ടി അരിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വായിൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ കടിക്കേണ്ട അത്രയും നല്ല സോഫ്റ്റായിട്ട് കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞാനും അമ്മയും അച്ഛൻ കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കഴിച്ചു. പിന്നെ അച്ഛനെല്ലാം മാറ്റി വെക്കുകയൊക്കെ ചെയ്തു. നല്ല അടിപൊളി പേരൊക്കെ കേട്ടോ. കണ്ടാൽ വലുതാണ്, പക്ഷെ എന്താ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണി വെച്ചത് ഓരോന്നോരോന്നെടുത്ത് ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പുറത്ത് നല്ല വെയിലാണെങ്കിൽ ഇന്ന് വലിയ ചൂട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പൊതുവേ നല്ല പൊള്ളുന്ന വെയിലല്ലേ, ഈ സമയത്ത് നല്ല ചൂടാണ്, വേനൽ ചൂടുണ്ട്. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമായപ്പോഴാണ് ചെറുങ്ങനെ ചൂട് തട്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. രാവിലെയൊക്കെ നല്ല പൊരിഞ്ഞ വെയിൽ പുറത്തുണ്ടെങ്കിലും നമുക്ക് അകത്തങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അവിടെ നിന്ന് ഓരോന്ന് എടുത്തിട്ട് മുന്തിരി അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് അമ്മ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതൊക്കെ മഞ്ഞളിൻ്റെ വെള്ളത്തിലും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകി എടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ഞങ്ങളുടെ പണി. പിന്നെ വൈകുന്നേരമായ പിന്നെ അമ്മ കുറച്ച് പിന്നെ എന്താ പറയുക ഇങ്ങനെ ചെടികൾക്കൊക്കെ നനക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് എനിക്ക് ചെടിയൊക്കെ നനക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ മുറ്റത്തോട്ടുള്ള വലിയ വലിയ ചെടികളും അങ്ങനെയുള്ള മാവും വേറെ എന്തൊക്കെയോ അമ്മ നനക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ബാക്കിയുള്ള ചെടിച്ചട്ടിയിലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾക്കൊക്കെ ഞാനും വെള്ളം കൊടുക്കാം. അമ്മ കാര്യമായിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുന്നേ തന്നെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് നമ്മുടെ കുട്ടി മാവില്ലേ, എന്താ ഇതിന് പറയുക, കുട്ടിമാവെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ കുറ്റി പോലത്തെ ചെറിയ എന്താ പറയുക മാവും തെങ്ങും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു തരത്തിലുള്ള മാവാണ്. പൂത്ത് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ കരിഞ്ഞു പോയി തോന്നുന്നു കേട്ടോ. കുറേ ചെടികൾക്കൊക്കെ പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെടികളും അങ്ങനെയുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബക്കറ്റിലേക്ക് വെള്ളമൊക്കെ പിടിച്ച് ഞാനും നനക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ കുറേ ചെടിച്ചട്ടിയും ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ കാണിക്കുന്നത്. കുറേ വീട്ടിൽ വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ചെറിയ എന്തൊരു വെള്ളപ്പൊടി പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുരടിച്ച് പോകുന്ന ഒരു അവസ്ഥയില്ലേ, അങ്ങനെ എന്തോ പ്രാണികൾ എന്തൊക്കെ വന്നിട്ട് ഒരു ചെടി ഇങ്ങനെ നശിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വൃത്തിയാക്കി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം വേണ്ടു, അധികം ഒഴിക്കേണ്ട, കെട്ടുപോകുന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് വെള്ളം നനക്കുവാണ്, അമ്മയാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടോ.
വൈകുന്നേരം ആയാൽ അമ്മേൻ്റെ പണികൾ ഇതൊക്കെയാണ് കേട്ടോ. ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, കുറച്ച് മുറ്റടിക്കാനുണ്ട് മുറ്റടിക്കുക. രാവിലെ എന്തായാലും തൂക്കും. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ തൂത്തുവാരും. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തൂക്കാനുള്ള പണിയുമില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് കുറച്ച് മുൻപൊക്കെ സെറ്റ് ചെയ്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നനച്ചു കൊടുക്കുകയാണ്. ഈ ചെടികളൊക്കെ ആണെങ്കിലും നമ്മൾ മൊത്തത്തിൽ മേടിച്ചതല്ല, കുറച്ച് മാമൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെയുള്ളതും, അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒക്കെ മേടിക്കില്ല, അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പൈസ കുറച്ചടിക്കും. കുറച്ച് റേറ്റുള്ള ചെടികളും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ മേടിക്കുന്നതാണ്. അങ്ങനെ വാങ്ങിച്ച് വെച്ച ചെടികളും ചെടിച്ചട്ടികളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഇപ്പം അമ്മയാണ് ശ്രദ്ധിക്കുന്നത്. ഏട്ടന് ചെടിയൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ അമ്മേൻ്റെ ചെടി കാണിച്ചു കൊടുക്കാനും എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഏട്ടന് ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൊണ്ട് നടക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ മിക്കപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനൊക്കെ പറയും. ചിലപ്പോൾ അമ്മ തന്നെ വീഡിയോ കോൾ ചെയ്ത് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടനും അമ്മയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ, ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ കാര്യമായിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിക്കും ഇഷ്ടമായിട്ടോ നടക്കാനായിട്ട്. ഞാൻ മുന്നത്തെ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, അവനും ഇഷ്ടമാണ്. അവനും ഉണ്ടെങ്കിൽ നനക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെറുങ്ങനെ വെയിലൊക്കെ തട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ ഡ്യൂട്ടിക്കൊക്കെ പോകണം. അപ്പോൾ എനിക്ക് ചെരുപ്പ് തേച്ച് കഴുകണം. ചെടിയൊക്കെ നനച്ചിട്ട് ഇച്ചിരി ആയിക്കൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വിഷു ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിലും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷു നമ്മളെ വിട്ടു പോവാണ്. ഇനിയും അടുത്ത വർഷം ഇതേപോലെ വരണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോഴത്തേക്കാവുകയെന്നറിയില്ല. എനിവേസ് അങ്ങനെ ഞാൻ എന്താ ചെരുപ്പൊക്കെ തേച്ച് കഴുകാൻ പോവാണ്. ചെടി നനക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നത്. ഈ ചട്ടിയും നല്ല രസമുണ്ടായിരുന്നു, ആ വൈറ്റ് കേട്ടോ. പിന്നെ നമ്മളെ റോസാ ചെടി ഈ പൂവില്ലാണ്ട് കുഞ്ഞു ചെടിയായിരുന്നു, കുഞ്ഞു റോസായിരുന്നു മേടിച്ചത് കേട്ടോ. ഇപ്പോൾ പൂവൊക്കെ വന്നു, ഒരു 3 പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. പിന്നെ ഈ തരത്തിലുള്ള ചെടികളൊക്കെ ഇഷ്ടമാണ്. നല്ല പ്ലോട്ടില്ല മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, വെള്ള നീലൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ചെരുപ്പൊക്കെ തേച്ച് കഴുകാൻ പോവാണ്. കുറച്ച് അഴുക്ക് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്ത്, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കലും അങ്ങനെ ഇങ്ങനെ നടക്കലും ഒക്കെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൻ്റെ പുറകിലുള്ള ബാക്കി ചെടികളും എന്തൊക്കെയോ നനക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ തേച്ച് കഴുകി കുറച്ച് സമയം ഇതിലൂടെ നടക്കുകയാണ് കേട്ടോ. ചെരുപ്പിൽ നിറച്ചും വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഊറ്റിയെടുത്ത് കുത്തനെ കമത്തി വെച്ചതിന് ശേഷം പിന്നെ അകത്ത് പോയി മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകണം. കാരണം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. കുറച്ച് നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ ഒരു ആശ്വാസമൊക്കെ ആയിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വെച്ചു. അമ്മ ഓൾറെഡി ഇപ്പം മുഖത്ത് കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു പിഗ്മെൻറ്റേഷൻ പോലെയുണ്ട് അമ്മേൻ്റെ മുഖത്ത്. അപ്പോൾ അത് അമ്മ ഇങ്ങനെ തക്കാളിയും അതേപോലെ ഇടയ്ക്ക് നമ്മൾ ഇത് ഷുഗറൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്, സ്ക്രബ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ കട്ട് ചെയ്ത് മാറ്റി വെച്ച അലോവേരേൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തേരം ഞാൻ വെച്ചു ഏതായാലും ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് എന്താ പറയുക ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാമെന്ന് അലോവേര വെച്ചിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒട്ടും സമയമില്ല, ഡ്യൂട്ടിക്കും പോകുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് ശ്രദ്ധിക്കലില്ല കേട്ടോ കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ വെച്ചു ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അമ്മയും അച്ഛനും ഇരുന്ന് ഇവിടുന്ന് സംസാരവും പിന്നെ ആപ്പിൾ ചെത്തലും ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അവിടെ പോയിരുന്നു പിന്നെ തീറ്റയും തുടങ്ങി ചെറുതായിട്ട്. പിന്നെ അവിടുന്ന് ഫേസിൽ സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അലോവേര കേട്ടോ. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാറ്. അല്ലാണ്ട് ഞാൻ ഇതിന് പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ഇരിക്കും, ജോലിക്കൊന്നും പോകാണ്ട് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. സ്കിന്നും ഹെയറും ഒക്കെ ശ്രദ്ധിക്കലുണ്ട്. ഇപ്പം വളരെ ശ്രദ്ധ കുറവാണ് കേട്ടോ. ഒന്നിനും സമയമില്ല, അതാണ് കാര്യം. പിന്നെ ഉള്ളപ്പോൾ ഇങ്ങനെ സമയം കണ്ടെത്തി ചെയ്യാറുമുണ്ട്. പിന്നെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഫാൻ ഫുള്ളിലിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരവും പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു വൈകുന്നേരത്തെ പരിപാടികൾ. പിന്നെ വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ ഇതേപോലെ വരുമ്പോൾ അമ്മേൻ്റെ വീട്ടിലും തറവാട്ടിലും അങ്ങനെ മാമൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. ഇന്നും വൈകുന്നേരം പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ വെയിലിൻ്റെ ആ ചൂടും ഉതിപ്പും ഒക്കെ കണ്ട പിന്നെ പൊരിഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ പോകാമെന്ന് കരുതി കേട്ടോ.
അങ്ങനെ ഞാനും അമ്മയും ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു വൈകുന്നേരം പോയാലോ എന്നുള്ളത്. പിന്നെ പൊരിഞ്ഞ വെയിലും ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. വെയിലിങ്ങനെ താണ് വരുന്നതിൻ്റെ നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് പറഞ്ഞു പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ. അങ്ങനെ വീഡിയോ കോളും, അമ്മ ഭയങ്കര ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് സമയം അച്ഛൻ സംസാരിച്ചു, പിന്നെ അച്ഛൻ അങ്ങോട്ട് പോയി, പിന്നെ അമ്മയും ഞാനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ കോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏട്ടനിത് അമ്മ ഇത് വീഡിയോ കോളിൽ പിന്നെ ചെടികളും അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. കാര്യമായിട്ട് ചർച്ചാ വിഷയം ഈ ചെടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കലും അതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വിഷു ദിനത്തിലെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഒരു ദിവസം. പിന്നെ ഇന്നിപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ലേസി ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അമ്പാടിയും ഏട്ടനും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് ഞാനിങ്ങനെ അമ്മേൻ്റെ പാലാലിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.